Our next structuralist is Evans Pritchard. ഇവാൻസ് പ്രിച്ചാർഡ് ഒരു ആന്ത്രപ്പോളജിസ്റ്റാണ്. അദ്ദേഹം 1940 ന്യൂ ഇയർ എന്ന് പറയുന്നൊരു പുസ്തകം എഴുതുകയുണ്ടായി. ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രതിപാദ്യം എന്ന് പറയുന്നത് സുഡാനിലെ, അതായത് നൈൽ നദീ തടത്തിലെ ഒരു ആദിമവാസികളുടെ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഒരു ട്രൈബാണ് ന്യൂ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂ ഇയർ എന്ന് പറയുന്നത് നിയോലത്തിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു ട്രൈബാണ്. ഈ ട്രൈബൽ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന, കാരണം വളരെ പൗരാണികമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നൊരു സൊസൈറ്റിയാണ്. അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചറലായിട്ടുള്ള ബോണ്ട്സിനെ പറ്റിയിട്ടും റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും അവരുടെ ഒരു സാങ്കല്പിക ലോകത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അവരുടെ ടൈം സ്പേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റിയിട്ടൊക്കെയാണ് ഇദ്ദേഹം ഇതിൽ വിവരിക്കുന്നത്. ഹി എക്സാമിൻസ് ദ ടെറിട്ടോറിയൽ സെക്ഷൻസ് which form a political system in absence of centralized political authority. അതായത് ഇപ്പം ഒരു ട്രൈബിന് അല്ലെങ്കിൽ ഒരു ഗോത്ര വിഭാഗത്തിന് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അതോറിറ്റൈസേഷൻ ഇല്ല. പകരം ഓരോ സെക്ഷൻസ് ആക്കി തിരിക്കുകയും അതത് സെക്ഷൻസിന് അവരുടേതായിട്ടുള്ള തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ അതോറിറ്റീസ് ഉണ്ടാവുകയും ചെയ്യുന്നൊരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. അപ്പം അതൊരു സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു രാഷ്ട്രം എന്ന് പറയുന്നൊരു ഭാവം ഇല്ലാത്ത ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ ഘടകങ്ങളായി പിരിഞ്ഞുകൊണ്ട് അവർ ആ ഒരു തനിമ കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ളൊരു സൊസൈറ്റി. ഓക്കെ, their discussion has given rise to the concept of സെഗ്മെൻ്ററി പൊളിറ്റിക്കൽ സിസ്റ്റം. ഇന്നത്തെ നമുക്ക് ആലോചിച്ചാൽ ശരിക്കും കറക്റ്റായിട്ട് കിട്ടും. ഡീസെൻട്രലൈസേഷനൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇപ്പം നമുക്കൊക്കെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറാണുള്ളത് അല്ലേ. അപ്പം അത്തരത്തിലുള്ള സെഗ്മെൻ്ററി പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ആദിമ രൂപമായിരുന്നു ഇത് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. വെയർ സോഷ്യൽ ഓർഡർ ഇസ് ലാർജ്ലി എ ഫങ്ഷൻ ഓഫ് ദ ഓപ്പോസിഷൻ ആൻഡ് ബാലൻസ് ഓഫ് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ന്യൂ ഇയർ സൊസൈറ്റി തന്നെ എന്താണ്, ഘടകങ്ങളായിട്ട് പിരിഞ്ഞേക്കാണ്. എന്നിട്ട് അവർ തമ്മിലുണ്ടാകുന്ന ആ ഒരു ഇൻട്രാക്ഷൻസും ബാലൻസിങ്ങും അതൊരു സ്ട്രക്ചറൽ ആയിട്ടുള്ളൊരു ഫോമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സ്ട്രക്ചർ ഈസ് എൻ ഓർഗനൈസ്ഡ് കോമ്പിനേഷൻ ഓഫ് ഗ്രൂപ്പ്സ്. ഇൻഡിവിജ്വൽസ് കം ആൻഡ് ഗോ ബട്ട് ഗ്രൂപ്പ്സ് റിമെയിൻ ദ സെയിം. ഓക്കെ, അപ്പം അതിൽ തന്നെ നമുക്ക് ജനനങ്ങളും മരണങ്ങളും അതുപോലെ ലീഡേഴ്സ് ഉയർത്തെഴുന്നേൽക്കുന്നു, ലീഡേഴ്സ് ഡിക്ലൈൻ ചെയ്യുന്നു, വീണ്ടും പുതിയ ലീഡേഴ്സ് ഉണ്ടാവുന്നു. ഇത്തരത്തിലുള്ള സൈക്ലിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും അതിലെ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഇൻടാക്റ്റ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നു. ഫോർ ജനറേഷൻസ് ആൻഡ് ആഫ്റ്റർ ജനറേഷൻസ് ഓഫ് പീപ്പിൾ പാസ് ത്രൂ ദം. ഫോർ ഇവാൻസ്, സോഷ്യൽ സ്ട്രക്ചർ ഡീൽസ് വിത്ത് യൂണിറ്റ്സ് which has largely invariant, that is groups. ഇപ്പോൾ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗ്രൂപ്പുകളായി തിരിയുകയും അതത് ഗ്രൂപ്പുകൾ ഓട്ടോണമസ് ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ നടത്തുകയും ചെയ്യുന്നിടത്താണ് ഇതിനൊരു വ്യക്തത നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഇവാൻ സേസ് ദാറ്റ് ദ ട്രൈബ്സ് ഇസ് നോട്ട് എ haphazard കോൺഗ്രിഗേഷൻ ഓഫ് റെസിഡൻഷ്യൽ യൂണിറ്റ്. അപ്പം ട്രൈബ്സ് എന്ന് പറയുന്നത് ഒരു റെസിഡൻഷ്യൽ യൂണിറ്റുകളുടെ കോൺഗ്രിഗേഷനാണ്, അല്ലെങ്കിൽ അസംബ്ലൻസ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സൊസൈറ്റി ആസ് എ സിസ്റ്റം ഓഫ് ഗ്രൂപ്പ്സ് ഇൻ വിച്ച് റിലേഷൻസ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഓഫ് പേഴ്സൺ ആൻഡ് ദീസ് റിലേഷൻസ് ആർ സ്ട്രക്ചറൽ റിലേഷൻസ്. അപ്പം ഗ്രൂപ്പുകൾ തമ്മിലും ഗ്രൂപ്പുകൾക്ക് ഉള്ളിലുള്ള വ്യക്തികൾ തമ്മിലുമുള്ള റിലേഷൻഷിപ്പുകളാണ് ഒരു സൊസൈറ്റിയെ ഇൻടാക്റ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇത് തന്നെയാണല്ലോ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് അല്ലേ. ഘടനാപരമായിട്ടുള്ള പ്രത്യേകതകളും ഓരോ ഘടനയും നമ്മൾ മുറിച്ചെടുത്ത് സബ്സെക്ഷൻസ് ആക്കി മാറ്റുന്ന സമയത്ത് ഓരോ കുഞ്ഞു കുഞ്ഞു യൂണിറ്റുകളാവുകയും ആ യൂണിറ്റുകൾ തമ്മിൽ ഒരു മതിൽ കെട്ടിയ പോലെ അടുക്കി വെച്ച രൂപത്തിലുണ്ടാകുന്ന ആ ഘടന, അതാണ് ആ സൊസൈറ്റിയെ ഇൻടാക്റ്റ് ആയിട്ട് നിലനിർത്തുന്നത്. ഇപ്പോൾ സ്ട്രക്ചറലിസത്തിനെ പറ്റിയിട്ട് എപ്പോഴും ഞാൻ ചെറിയ ക്ലാസ്സിലൊക്കെ മതിലുകളെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ട്. ഇഷ്ടികകൾ കൊണ്ട് പടുത്തുയർത്തിയ മതിലുകൾ. ആ മതിലാണ് അതിനൊരു സ്ക്വയർ ഷേപ്പ് നൽകുന്നത് അല്ലേ, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഷേപ്പ് നൽകുന്നത്. അതിൽ നിന്ന് ഒരെണ്ണം നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അത് വേറൊരു രീതിയിൽ ക്രമീകരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു യൂണിറ്റ് അതിൻ്റെ ക്രമീകരണത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ മതിലിന് അതിൻ്റെ രൂപവും
അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് ധർമ്മവും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പം ഓരോ കുഞ്ഞു കുഞ്ഞു യൂണിറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇൻ്റർ റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ടാണ് ആ സ്ട്രക്ചർ ഇൻടാക്റ്റ് ആയിട്ട് നിലനിൽക്കുന്നത്. ആ സ്ട്രക്ചറിന് നമ്മളെപ്പോഴും സൊസൈറ്റീനോട് ഉപമിച്ച് നോക്കിയാൽ സ്ട്രക്ചറലിസം എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ. Thus, according to Evans, the part of the social structure among which structural relationships are to be described are groups that in your overtime. Social structure is an anthropologist abstraction from existing reality, which is a kind of historiography. അപ്പം നിങ്ങൾക്കറിയാം ഇത് നിയോലിത്തിക് കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ന്യൂ ഇയർ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അല്ലേ. ന്യൂ ഇയർ സൊസൈറ്റി ഒരൊറ്റ സൊസൈറ്റി ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് ഒരു നിയന്ത്രണ രേഖ അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സിസ്റ്റം ഇല്ല. പകരം ഇവർ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകളായിട്ട് തിരിയുകയും ഓട്ടോണമസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഈ ഓട്ടോണമി ഓരോ വിഭാഗങ്ങളായിട്ട് അവരുടെ എന്താ പറയുന്നത് ആവശ്യങ്ങൾ പുലർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ വിഭാഗങ്ങളിൽ ഓരോ ഡ്യൂട്ടീസാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഡ്യൂട്ടീസ് എന്ത് ചെയ്യും, അസംബിൾ ചെയ്യുമ്പോൾ അത് ഒരു സൊസൈറ്റി ആയിട്ട് മാറുന്നു. വളരെ വിചിത്രമായിട്ട് തോന്നുന്നു നമുക്ക്. നൈൽ നദീതടങ്ങളിൽ എത്രയോ നൂറ്റാണ്ടുകൾക്കും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ളൊരു ആദിമ സമൂഹത്തിൽ പോലും ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നാണ് ഇവാൻ പ്രിച്ചാർഡ് പറഞ്ഞു വയ്ക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഇവാൻ പ്രിച്ചാർഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ട്രക്ചറലിസ്റ്റിനെയാണ് പഠിക്കാനുള്ളത്.